ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 9ഓളം റിലീസുകൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ കങ്കുവ, അമരൻ ഈ 2 സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. ഇന്നത്തെ റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം ആന്തോളജി മൂവിയാണ്. ഹെർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉർവശി, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ്, രമ്യ നമ്പീശൻ, രാജേഷ് മാധവൻ, റോണി ഡേവിഡ്, പാർവതി തിരുവോത്ത്, ലിജോമോൾ ജോസഫ്, മാല പാർവതി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു സിനിമയായിരുന്നു. ആന്തോളജി മൂവിയായിരുന്നു. ഈ ഒരു സിനിമ കണ്ടു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആന്തോളജി മൂവിയാണ്. ഓക്കെ, അടുത്തത് ഒരു ആന്തോളജി സീരീസ് ആണ്. ഒരു തമിഴ് ആന്തോളജി സീരീസ് ആണ്. എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആന്തോളജി സീരീസ് ആണ്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു 18+ ആന്തോളജി സീരീസ് ആണ്. തമിഴ് ആന്തോളജി സീരീസ് ആണ്. ആഹാ തമിഴിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മൊത്തം 4 എപ്പിസോഡുകളാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 2 എപ്പിസോഡുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ്. ഡ്രാമ ത്രില്ലർ മൂവിയാണ്. സീരീസ് ആണ്. പാരച്യൂട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് 5 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സീസണിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു മിനി സീരീസ് ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. സ്വാഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ നേരത്തെ തെലുങ്ക് വന്നിരുന്നു. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ്. പാളയം PC എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. കെവിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബ്ലഡി ബഗർ എന്ന് പറയുന്ന സിനിമ ടെൻറ്റുകോട്ട, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമുകളായിട്ട് ഇന്ത്യക്ക് പുറത്തും ആമസോൺ പ്രൈമിൽ ഇന്ത്യയിലായിട്ട് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് നമ്മുടെ ജയദേവ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ബ്രദർ എന്ന് പറയുന്ന സിനിമ. സി5യിൽ ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഡിവോഴ്സ് കെ ലിയെ കുച്ച് ബി കരേഗ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് സി5യിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു ഡയറക്റ്റ് OTT മൂവിയാണ്. നമ്മുടെ തമന്നയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിക്കന്ദർ കാ മുക്കന്ദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം മിസ്റ്ററി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി അമരൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തിയേറ്റർ റിലീസ് ചെയ്ത് 30 ദിവസങ്ങൾക്ക് ശേഷം OTT റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റുകളാണ് വന്നിരുന്നത്. എന്തായാലും അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയായിട്ട് ഈ ഒരു സിനിമ പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കങ്കുവ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയാണ്. എന്തായാലും ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമായിട്ട്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്താൽ എൻ്റെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.